ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പെസഹ അഷ്ടദിനങ്ങൾ, ബുധനാഴ്ച. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 24, 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഒരു എമാവൂസ് അനുഭവം. ക്രിസ്തുവിൻ്റെ 2 ശിഷ്യന്മാർ ജെറൂസലേമിൽ നിന്നും 7 മൈൽ ദൂരമുള്ള എമാവൂസിലേക്ക് നടത്തിയ യാത്രയാണ് സുവിശേഷ ഭാഗത്ത് നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. മാർഗമധ്യേ ക്രിസ്തുനാഥൻ ഒരു സഞ്ചാരി കണക്കെ അവരോട് കൂടെ നടക്കുന്നു. പക്ഷേ അവർ ക്രിസ്തുനാഥനെ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയത്? കാരണം ക്രിസ്തുവിൻ്റെ മരണം അവരുടെ പ്രതീക്ഷകളെല്ലാം തകർത്തിരുന്നു. അതിനാൽ അവരുടെ നയനങ്ങൾ മൂടപ്പെട്ടിരുന്നു. യാത്ര അവസാനിക്കുമ്പോൾ ക്രിസ്തുനാഥൻ അപ്പമെടുത്ത് വിഭജിച്ച് നൽകിയപ്പോൾ അവരുടെ നയനങ്ങളും ഹൃദയവും തുറക്കപ്പെട്ടു. അവർ ക്രിസ്തുനാഥനെ തിരിച്ചറിയുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ചില മേഖലകൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, നാം ചിലപ്പോൾ ശിഷ്യന്മാരെ പോലെ ക്രിസ്തു വസിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഓടി അകന്നു പോകാറുണ്ട്. ക്രിസ്തുവിനെ അവൻ ഇല്ലാത്ത ഇടങ്ങളിലും വ്യക്തികളിലും സാഹചര്യങ്ങളിലും നാം അന്വേഷിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും ജീവനും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അനാദരവ് നമ്മൾ പലപ്പോഴുമായി കാണിക്കാറുമുണ്ട്. ഒടുവിൽ 3 സന്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഒന്നാമതായിട്ട്, ക്രിസ്തുനാഥൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നു. വചനം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. നമ്മൾ എത്രമാത്രം ആദരവോടു കൂടിയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കുന്നത്. രണ്ടാമതായിട്ട്, യാത്ര അവസാനിക്കുമ്പോൾ ക്രിസ്തുനാഥൻ പോകാനായിട്ട് ഭാവിക്കുന്നു. പക്ഷേ ശിഷ്യന്മാർ പറയുന്നു അവിടെ വസിക്കുവാനായിട്ട്. കർത്താവ് അപ്പമെടുത്ത് വിഭജിച്ച് നൽകുന്നു. ഈ അത്താഴം വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. നാം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് സജീവമായ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തത്തോടുകൂടിയാണ്. എത്രമാത്രം ഭക്തിയോടു കൂടിയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത്. ക്രിസ്തുവിനെ നമ്മൾ ആഴത്തിൽ അനുഭവിക്കുന്നതും വിശുദ്ധ കുർബാനയിലാണ്. മൂന്നാമതായിട്ട്, ക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ ഗ്രന്ഥത്തിലും സ്വീകരിക്കുന്ന നമ്മൾ ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇതൊരു ദൗത്യമാണ്. അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനുമുള്ള ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. ആമേൻ.